സോ വെൽക്കം ബാക്ക് ഗൈസ്. ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാനൊരു ബൈക്കിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ബൈക്ക് എന്ന് പറയുന്നത് ഇതല്ല. ഞാൻ ചെയ്യാൻ പോകുന്ന ബൈക്ക് എന്ന് പറയുന്നത് ഇതാണ് 1970 മോഡൽ ഒറിജിനൽ റോയൽ എൻഫീൽഡ് ബ്രിട്ടീഷ് മെയ്ഡ് ഹാൻഡ് മെയ്ഡ് ബൈക്കാണിത്. ഓക്കെ, ഇതിൽ കുറേ പ്രത്യേകതകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാം. സോ അതിനു മുന്നേ ഞങ്ങളിത് വാങ്ങിയത് 2002 സോ ആ ടൈമിൽ ഐ വാസ് വെരി ചെറിയ കുട്ടിയായിരുന്നു. ഐ തിങ്ക് 9 or 10 years ആ ഒരു ടൈം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഈ ബൈക്ക് വാങ്ങിയത്. സോ ആ ഒരു ടൈമിൽ ഇതിൽ കുറേ ഓർമ്മകളുണ്ട്, മെമ്മറീസ് വരുന്നുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പിന്നെ പറയാം. സോ അതിനു മുന്നേ ഈ ബൈക്കിൻ്റെ പ്രത്യേകതകൾ പറയാം. ഇത് വന്നിട്ട് നോർമലി ഒരു ബൈക്ക് പോലെ അല്ല. ഇതിൻ്റെ മെക്കാനിസം ഈസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, കാരണം ഇതിൻ്റെ ഗിയറിങ് വരുന്നത് റൈറ്റ് സൈഡിലും ബ്രേക്കിംഗ് വരുന്നത് ലെഫ്റ്റ് സൈഡിലുമാണ്. ഓക്കെ, ഇപ്പോൾ നോർമലി ചില ബൈക്കുകളിൽ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ബൈക്കുകളിലൊക്കെ എങ്ങനെ വെച്ചാൽ ഗിയർ പാറ്റേൺ ലെഫ്റ്റിലും ബ്രേക്കിംഗ് വന്നിട്ട് റൈറ്റിലുമാണ്. ഓക്കെ, പിന്നെ ഇതിൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഫീച്ചേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതൊരു നോർമൽ ബൈക്കാണ്, അധികം ടോപ്പ് സ്പീഡൊന്നും ഇല്ലാത്തൊരു ബൈക്കാണ്. ഓക്കെ, ഇത് മാക്സിമം ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഒരു 100, 120, 110, 115 ആ ഒരു റേഞ്ച് മാത്രമേ പോവുള്ളൂ. ഞാനിതിൽ 105 ഞാൻ ക്ലോക്ക് ചെയ്തിട്ടുണ്ട് വെൻ ഐ വാസ് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കേട്ടോ. ഇപ്പോൾ ഞാൻ പോയിട്ടില്ല, ഇപ്പം അത് പോകാനുള്ളൊരു ടൈം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് പോട്ടെ. ആൻഡ് ഇതിൽ കുറേ പ്രത്യേകതകളുണ്ട്. സംഭവം ഇത് നോർമലി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ബൈക്ക് പോലെ ഡുവൽ ചാനൽ ABS കാര്യങ്ങളൊന്നുമല്ല. ഇത് വന്നിട്ട് സാധാ ഡ്രം ബ്രേക്ക് ഫ്രണ്ടിലും ബാക്കിലും. ഓക്കെ, പിന്നെ ഇതിൻ്റെ സ്പീഡോമീറ്റർ കേബിൾ സെൻസേഴ്സൊക്കെ വരുന്നത് ബാക്കിലാണ് കേട്ടോ. ബാക്കിലാണ് ഇതിൻ്റെ സ്പീഡോമീറ്റർ സംഭവങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഗിയർ ഇവിടെ റൈറ്റ് സൈഡിലാണ്. ഇതിൻ്റെ ഗിയർ പാറ്റേൺ എന്ന് പറയുന്നത് ഫസ്റ്റ് മുകളിലോട്ടും ബാക്കി 3 ഗിയർ താഴോട്ടുമാണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഇതൊരു പ്രത്യേകതരം സംഭവമാണ്. ഇത് വന്നിട്ട് ന്യൂട്രൽ ഫൈൻഡർ എന്ന് പറയും ഇതിന്. അതായത് നമ്മളിപ്പോൾ 4th ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ 3rd ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴോ നമുക്ക് ഇൻ കേസ് എമർജൻസി ആയിട്ട് ന്യൂട്രൽ ആക്കണമെങ്കിൽ ഈ ഒരു സാധനം ചവിട്ടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ന്യൂട്രലാവും. സോ ഇതൊക്കെയാണ് വേറെ ചില ബൈക്കുകളിൽ നിന്നും ഇതിനെ വ്യത്യസ്തനാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുകയെന്ന് പഠിച്ചാലോ? ഓക്കെ, പറ്റുമെങ്കിൽ നമുക്ക് റൈഡ് റിവ്യൂ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു റൈഡ് റിവ്യൂവും കൂടെ പോവാം. ഓക്കെ, സോ ആദ്യം ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഇതിൻ്റെ റൈഡിങ് പോസ്റ്റർ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇത് ബൈക്ക് അത്യാവശ്യം ഹെവിയാണ് കേട്ടോ. ഇതൊരു 195 kg, ഓൾമോസ്റ്റ് 200 kgൻ്റെ അടുത്ത് കർബ് വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പഠിക്കാം. ആദ്യം കീ ഓൺ ആക്കണം. ഇവിടെയും ഒരു കീ വരുന്നുണ്ട് എൻജിൻ ഈ സൈഡിൽ. ഓക്കെ, കാർബറേറ്ററിൻ്റെ സൈഡിൽ അത് ഓൺ ആക്കണം. അതിനുശേഷം എൻജിൻ കിൽ ഇത് ഓഫ് ചെയ്യണം. അതിനുശേഷം ഇതാണ് ഡീകംപ്രഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്തിട്ട് ഇതിൽ കിക്കർ ഉണ്ടല്ലോ, ഈ കിക്കർ കൊണ്ട് ചവിട്ടിയിട്ട് ഈ ആംപ് മീറ്റർ സെൻട്രലാക്കണം. സെൻട്രലാക്കിയതിന് ശേഷം നമ്മൾ ചവിട്ടിയാലേ ബൈക്ക് സ്റ്റാർട്ടാവുള്ളൂ. സ്റ്റാർട്ടാവുന്നില്ലല്ലോ. അയ്യോ, ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് റിട്ടേൺ അടിക്കും, റിവേഴ്സ് അടിക്കും. പ്രോപ്പറായിട്ട് നമ്മൾ കിക്ക് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഇത് റിവേഴ്സ് ചെയ്യും. റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പവറായിരിക്കും. പിന്നെ ചിലപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ തെറിച്ച് പോയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നിന്ന്. കിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അവസാനം റിവേഴ്സ് ചെയ്തിട്ട് ഞാൻ ആ സമയത്ത് എത്ര തന്നെയായിരുന്നു വെയിറ്റ് ഉണ്ടായിരുന്നത്, ഒരു ഓൾമോസ്റ്റ് 30 kg, 35 അങ്ങനെ എന്തോ ആയിരുന്നു. ആ സമയത്ത് ചവിട്ടിയപ്പോൾ ബൈക്ക് റിവേഴ്സ് ചെയ്തിട്ട് ഞാൻ തെറിച്ച് പോയി മുകളിലോട്ട്. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വിൽ സ്റ്റാർട്ട് വൺസ് അഗൈൻ. സ്റ്റാർട്ടായി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബീറ്റിംഗ് കേട്ടോ. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഈസ് ഡിഫറെൻറ്റ് ദാൻ ന്യൂ അതർ റോയൽ എൻഫീൽഡ്. ഓക്കെ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റോയൽ എൻഫീൽഡിൽ പോലും ഈ ഒരു എക്സോസ്റ്റ് സൗണ്ട് കിട്ടില്ല. എത്ര തന്നെ മോഡിഫിക്കേഷൻസ് ചെയ്താലും ആ ഒരു ബൈക്കിൻ്റെ, അതായത് ഈ ഒരു ബൈക്കിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഉണ്ടല്ലോ, ആ എക്സോസ്റ്റ് നോട്ട് ഒരിക്കലും പുതിയ ബൈക്കിൽ കിട്ടില്ല, ഡെഫിനറ്റ്ലി കിട്ടില്ല. ഓക്കെ ഓക്കെ ഞാൻ ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാം. വിൽ സ്റ്റാർട്ട് 1 second. ഓക്കെ, നല്ല വെയിറ്റ് ഉണ്ട് ബൈക്ക്. ഓക്കെ, സോ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ സൗണ്ട് ഇതാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്തിരി ചടങ്ങാണ് കേട്ടോ.
ഇതാണ്. വാട്ട് എ സൗണ്ട് ശരിക്കും ബെസ്റ്റ് സൗണ്ട്, നമുക്ക് ബെസ്റ്റ് സൗണ്ടിങ് എക്സോസ്റ്റാണ് ഇതിൽ ഞങ്ങൾ ഒരു ഓൾട്ടറേഷൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് വന്നിട്ട് കമ്പനി ഫിറ്റഡാണ്, ഫാക്ടറി ഫിറ്റഡാണ്. ഞങ്ങൾ ആകെപ്പാടെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബാറ്ററി, ഞങ്ങൾ ആദ്യം ഇതെടുത്ത സമയത്ത് 6 വോൾട്ട് ബാറ്ററി ആയിരുന്നു, അത് മാറ്റിയിട്ട് 12 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. വി വിൽ ഗോ ഫോർ എ റൈഡ് നൗ. അപ്പോൾ നമുക്കൊരു റൈഡ് റിവ്യൂ പോകാം. ഓക്കെ, വിൽ ഗോ ഫോർ എ റൈഡ്. ബാക്കിയുള്ള കാര്യങ്ങൾ ബൈക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. യെസ്, നല്ല ബ്യൂട്ടിഫുൾ എക്സോസ്റ്റ് നോട്ടാണ് കേട്ടോ. അതൊരിക്കലും പുതിയൊരു ബൈക്കിൽ കിട്ടില്ല, എത്ര തന്നെ മോഡിഫിക്കേഷൻസ് ചെയ്താലും. ഓക്കെ, സോ വിൽ ഗോ ഫോർ എ റൈഡ്. ബൈക്ക് അത്യാവശ്യം ഹെവിയാണ്. ആരാ വരുന്നത്? നല്ല പരിചയമുള്ള കാറാണല്ലോ. ഇങ്ങോട്ടല്ല. ബൈക്കിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബൈക്ക് അത്യാവശ്യം ഹെവിയാണ്. പിന്നെ അധികം പെർഫോമൻസ് കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഒരു ബൈക്കിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. കാരണം ഇതൊരു നോർമൽ എൻജിനാണ് ഇതിൽ വരുന്നത്. അധികം ടോപ്പ് സ്പീഡ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ ഗ്രൗണ്ടിൽ നിർത്തിക്കൊണ്ട് നമുക്ക് സംസാരിക്കാം. നല്ലൊരു സ്പേസ് കിട്ടി, സമാധാനം. ഓക്കെ, സോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബൈക്കിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിവ്യൂ കാര്യങ്ങൾ, ഞങ്ങളിത് എപ്പോഴാണ് എടുത്തത്, പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു ബൈക്കിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഇത് വന്നിട്ടൊരു നോർമൽ, അധികം വലിയ പെർഫോമൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ബൈക്കാണ് കേട്ടോ. ഇത് വന്നിട്ട് 1970 മോഡൽ ഒറിജിനൽ റോയൽ എൻഫീൽഡ് G2 എഞ്ചിനാണ്. G2 എഞ്ചിൻ എന്ന് പറയുന്ന സമയത്ത് 1976, അതായത് 1970 തൊട്ട് 1976 വരെയുള്ള കാലഘട്ടങ്ങളിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്ത എഞ്ചിനാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 1970 ടു 1976 മോഡൽ കേട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെ എനിക്ക് കിട്ടി വണ്ടി റിവ്യൂ ചെയ്യാൻ. ഞാൻ ഇതിന് മുന്നേ വേറെ വീഡിയോസ് ചെയ്ത സമയത്ത് അത്യാവശ്യം നല്ല നോയ്സ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ വീട്ടിൽ പണിയൊക്കെ നടക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡ്രില്ലിങ് ആഹാ വന്നോ എൻ്റെ കൂടെ, നീയും വന്നോ എൻ്റെ കൂടെ? ശരി ഓക്കെ, നീയും കൂടെ കുടിക്കോ. ഞാനൊരു റിവ്യൂ ഓക്കെ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ, സോ ഇത് വന്നിട്ട് G2 എഞ്ചിനാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. G2 എഞ്ചിൻ എന്ന് പറയുന്ന സമയത്ത് 1970 തൊട്ട് 1976 വരെയുള്ള കാലഘട്ടങ്ങളിൽ യൂസ് ചെയ്തിട്ടുള്ള ബ്രിട്ടീഷ് മെയ്ഡ് എഞ്ചിനാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന സമയത്ത് അത് J സീരീസ് എഞ്ചിനാണ്, പക്ഷേ ഇതെന്ന് പറയുന്നത് G2 എഞ്ചിനാണ്. ഇപ്പോൾ G2 എഞ്ചിൻ എന്ന് പറയുന്ന സമയത്ത് അത്യാവശ്യം അന്നത്തെ കാലത്ത് ഭയങ്കര പോപ്പുലറായിരുന്നു, നല്ല പവർഫുള്ളായിരുന്നു ബൈക്ക്. ആൻഡ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കാർബറേറ്ററാണ്. ഇപ്പോഴത്തെ FI ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം അല്ല ഇപ്പോഴത്തെ ബൈക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കാർബറേറ്റഡ് വേർഷനാണ് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് സംഭവങ്ങളൊക്കെ. ഇനി ഇവിടെ വീഡിയോ എടുക്കണ്ട, ഞാൻ പോകാം, ദാറ്റ് ഈസ് ബെറ്റർ. ഓക്കെ, ആൻഡ് ബെറ്റർ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും സ്ഥലം നോക്കട്ടെ, അതായിരിക്കും ബെറ്റർ. ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇനി. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു ദിവസം ഷൂട്ട് ചെയ്യാം. ഇപ്പോൾ വീഡിയോ ചെയ്യാനുള്ള ഒരു സാഹചര്യമായിരുന്നില്ല. വാ, വിൽ ഗോ ഹോം. അപ്പോൾ വീഡിയോ ചെയ്യാനുള്ള ഒരു സാഹചര്യം നൽകാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല, വേറൊരു ദിവസം വീഡിയോ ചെയ്യാം.